വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മഹേന്ദ്രനാണെങ്കിൽ വീട്ടിനകത്ത് ഹാളിലിരുന്ന് ഇങ്ങനെ കണക്കൊക്കെ നോക്കുന്നുണ്ട്. സ്വാമി ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം മതിയായിടോ ഇങ്ങനെ ചെക്കൊപ്പിടാനും കണക്ക് നോക്കാനും മാത്രമായിട്ട് ജീവിതം പോയി എന്നൊരു തോന്നല്ലേ. ഇതെല്ലാം ഇനി ശിവൻ വന്നതിന് ശേഷം ശിവനെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് പറയുകയാണ്. അന്നേരം സാറിൻ്റെ പിന്നെ ജീവൻ തന്നെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഈ ഒരു ബിസിനസ് കൊണ്ടല്ലേ. അപ്പോൾ രാജാവെന്നും രാജാവ് തന്നെയാണ്. നമ്മുടെ കമ്പനിയിലെ തൊഴിലാളികളെല്ലാം വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ അവരിങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഹാളിൽ നിന്ന് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ നോക്കിയവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. സംസാരമൊന്നുമില്ല, അത് ആരാണെന്ന് പറയുന്നുമില്ല. അതിനുശേഷം ഈ പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ശിവൻ്റെ കാര്യം അറിയാമല്ലോ, വന്നിറങ്ങിയാൽ ഇനി യോഹന്നാന് മുമ്പിൽ ചെന്ന് ഓരോന്ന് ചെയ്യുമെന്നുള്ളതാണ്, താനൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അന്നേരം യോഹന്നാൻ്റെ കാര്യമല്ല നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണ്, നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന മുള്ള് അതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ പെൺകുട്ടിയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, കാട്ടാനെ പേടിച്ച് കാടടച്ച് വെടിവെക്കണമെന്നില്ലല്ലോ, ഒരു പാട്ട കൊട്ടിയാലും പോരെ, അതുകൊണ്ട് മര്യാദയ്ക്കൊന്ന് പറഞ്ഞു നോക്ക്, അധികം തിളച്ചാൽ കലത്തിന് പുറത്ത് എന്നല്ലേ, അതുകൊണ്ട് മര്യാദയുടെ ഭാഷയെ പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പണി നോക്കാം, കോഴി കൂവിക്കൊണ്ട് വരട്ടെ എന്നിങ്ങനെ മഹേന്ദ്രൻ സ്വാമിയോട് പറയുകയാണ്. അതേസമയം ശാലിനിയും വിഷ്ണുവും കുട്ടികളും കൂടി കടൽക്കരയിലേക്ക് എത്തുന്നുണ്ട്. വിഷ്ണുവിനെ ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുന്ന അവനിങ്ങനെ കളിക്കുകയാണ്. അന്നേരം വിഷ്ണു അവസാനം ഓടി തളരുന്നുണ്ട്. അന്നേരം അച്ഛനെ ഞങ്ങൾ പിടിച്ചേ എന്ന് പറയുകയാണ്. അങ്ങനെ കുറച്ച് മുന്നേ ഇരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു, ഇതിപ്പം കുറേ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ശാലിനി കളിയാക്കുന്നുണ്ട്, തോൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരു ഓട്ട മത്സരം വെച്ചാലോ എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ വയ്ക്കാമെന്ന് പറയുകയാണ്. അതൊന്ന് ശാലിനി പറയുന്നുണ്ട്, എണ്ണിക്കോമ്മ എന്ന് പറയുന്നുണ്ട്. അന്നേരം റെഡി 1 2 3 പറയുമ്പോൾ ഓടി തുടങ്ങണമെന്ന് പറയുകയാണ്. അന്നേരം 2 വരെ എണ്ണുമ്പോഴത്തേക്ക് വിഷ്ണുവിന് ഫോൺ ബെല്ലടിക്കുകയാണ്. അന്നേരം ഒരു മിനിറ്റ് അത്യാവശ്യ കോളാണെന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ എടുക്കുന്നുണ്ട്. അങ്ങോട്ടത്തേക്ക് മാറിയും സംസാരിക്കുകയാണ്. രേഷ്മയാണ് വിളിക്കുന്നത്. അന്നേരം അമ്മ എണ്ണെന്നിങ്ങനെ അമ്മ ഓടാം എന്നിങ്ങനെ കുട്ടികൾ പറയുമ്പോൾ, നിൻ്റെ അച്ഛനല്ലേ ഓട്ടക്കാരൻ, ഒരു ഫോൺ വന്നെന്നും പറഞ്ഞ് ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചതോ മാറി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശാലിനി ഇങ്ങനെ വിഷ്ണു ഫോൺ വിളിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ഈ വിഷ്ണുവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഡയലോഗ് കാണിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറയുന്നതായിട്ടേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഫോൺ വെച്ച ശേഷം വിഷ്ണു പറയുന്നുണ്ട്, അതൊരു അത്യാവശ്യ കോൾ വന്നതാണ് എന്നിങ്ങനെ വിഷ്ണു ശാലിനിയുടെ തോളിലേക്ക് ഇങ്ങനെ കൈതട്ടി പറയുന്നുണ്ട്. അന്നേരം ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ ശാലിനി ഒന്ന് ആക്കി പറയുന്നുണ്ട്. അന്നേരം അതെ, നമുക്ക് ഓടി ചെയ്തുകൊണ്ടാണെന്നറിയില്ല, നല്ല വിശപ്പ്, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് നല്ല തീരുമാനം എന്നിങ്ങനെ സത്യയും പപ്പയും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മന്തി മതി എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുക, എനിക്ക് മന്തിയൊന്നും വേണ്ട, എനിക്ക് മസാല ദോശ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യം പറയുകയാണ്, ദേ അവിടെ നിന്ന് നമുക്ക് ഐസ്ക്രീം കുടിക്കണം. പപ്പി പറയുന്നുണ്ട്, വെള്ളവും വേണമെന്ന് പറയുകയാണ്. എങ്കിൽ നമുക്ക് അവിടത്തേക്ക് പോകാം, ആദ്യം ഐസ്ക്രീം അല്ലേ, പിന്നെ മന്തി, പിന്നെ കറക്കം, പിന്നെ അച്ഛൻ്റെ കയ്യിൽ പൈസ മൊത്തം കളയണം കേട്ടോ എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി സംസാരിച്ച് ആ മുകളിലത്തെ കടയിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേസമയം അവിടെ താഴെ കടപ്പുറത്താണെങ്കിൽ ഒരു പയ്യൻ ഇങ്ങനെ വന്ന് നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. നേരത്തെ കാണിച്ച ഒരു മഹേന്ദ്രൻ്റെ മകളാണ് ഈ പയ്യന് ഫോൺ വിളിക്കുന്നത്. അന്നേരം ഇവർ രണ്ടുപേരും മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. ഈ പയ്യനാണെങ്കിൽ ഒരു മെഡിക്കൽ കോൺഫറൻസിന് വേണ്ടി മധുരയിലേക്ക് പോവുകയാണ്. ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഏതെങ്കിലും തമിഴത്തി പണിനെ സെറ്റാക്കിയാലുണ്ടല്ലോ എന്നെ മറക്കുമോ എന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ബസ്സിൽ വരും, ബസ് സ്റ്റാൻഡിൻ്റെ ബീച്ചിൽ നിൽക്കുകയാണ്. മുകളിലേക്ക് പോയി ബസ് സ്റ്റാൻഡാണ്, അവിടെ നിന്ന് കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഈ പയ്യനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കാഹളം കുമാരനെ കുറേ ഗുണ്ടകൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നതും ഈ പയ്യൻ്റെ മുന്നിലിട്ട് തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ പയ്യൻ പെട്ടെന്ന് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരമാണെങ്കിൽ എന്തിനാ ഇയാളെങ്ങനെ തല്ലുന്നത്, പ്രായത്തെങ്കിലും ബഹുമാനിച്ചൂടെ, പറഞ്ഞു ഒതുക്കിക്കൂടെ എന്നൊക്കെ ഈ പയ്യൻ ചോദിക്കുകയാണ്. അന്നേരം ഇയാൾ ഞങ്ങൾ സ്കെച്ചിട്ട് വന്നതാണ്, നീ ഇതിൽ ഇടപെട്ടാൽ നിനക്കും കിട്ടുമെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ കാണണമെന്നും പറഞ്ഞ് ഈ പയ്യൻ അവർക്ക് നേരെ തടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പയ്യനെ നന്നായിട്ട് ഗുണ്ടകൾ അടിക്കുകയാണ്. അന്നേരം അയാളൊന്നും ചെയ്യില്ല എന്നൊക്കെ കുമാരൻ പറയുമ്പോൾ കുമാരനെയും പിടിച്ച് തള്ളുന്നുണ്ട്. ഈ സമയത്താണ് വിഷ്ണുവും ശാലിനിയും കുട്ടികളും കൂടി ഐസ്ക്രീമിൻ്റെ അവിടത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ, ദേ വിഷ്ണുവേട്ട അവിടെ എന്നിങ്ങനെ ശാലിനി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ പയ്യന് മനസ്സിലാവുന്നുണ്ട് അത് പ്രകാശനല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം തനിക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് തടയുമെന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരികയാണ്. അപ്പോൾ ഈ പയ്യനെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുമാരനാണെങ്കിൽ അവിടെ വീണ് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഡാ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് വിഷ്ണു ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ആ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട്, അയ്യോ അത് വിഷ്ണു അല്ലേ, ഇടിവള വിഷ്ണു എന്ന് പറയുകയാണ്. അന്നേരം മുട്ടാൻ നിൽക്കണ്ട, നമ്മുടെ കൈക്ക് ഒതുങ്ങൂല, നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ ആളിനെ പ്രകാശനെ അവിടെ ഇട്ടിട്ട് ഈ ഗുണ്ടകളെല്ലാം ഓടി പോകുന്നുണ്ട്. തുടർന്ന്
പിന്നെ ശാലിനിയും കുട്ടികളും വിഷ്ണുവും കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം പ്രകാശൻ എഴുന്നേൽക്കുന്നുണ്ട്, കുമാരൻ എഴുന്നേൽക്കുകയാണ്. അന്നേരം പിന്നെ ശാലിനി ചേച്ചി എന്നിങ്ങനെ പ്രകാശൻ വിളിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനോട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ ഇത് പ്രകാശൻ, ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പഠിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പ്രകാശൻ വിഷ്ണുവിനെ നോക്കിയിട്ട് വിഷ്ണുവേട്ടാന്ന് വിളിക്കുകയാണ്. അന്നേരം എനിക്കങ്ങനെ വിളിക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചോ എന്ന് പറയുകയാണ്. തുടർന്ന് ഈ ചേച്ചി എനിക്ക് ചെയ്തു തന്നത് വലിയൊരു സഹായം തന്നെയാണ്. വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വീടും എല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് പഠിക്കാനായിട്ട് സഹായം തന്നു. ഇപ്പോൾ ഞാൻ മധുരയിലേക്ക് ഒരു മെഡിക്കൽ കോൺഫറൻസിന് പോവുകയാണ്, ചേച്ചി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കാലിലൊക്കെ തൊട്ട് തൊഴുകുന്നുണ്ട് ശാലിനിയുടെ. ചേച്ചിയെ ഇവിടെ വെച്ച് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല, ചേച്ചിയുടെ അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചില്ല, ദൈവങ്ങളുടെ സ്ഥാനത്താണ് ഈ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പ്രകാശനങ്ങ് സംസാരിക്കുകയാണ്. അങ്ങനെ കുമാരന് വിഷ്ണുവൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഈ കുമാരന് ശാലിനി മനസ്സിലാവുകയാണ്. അന്നേരം മോള് ശാലിനിയല്ലേ, ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു അല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുകയാണ്. അന്നേരം ചേട്ടനെ എന്തിനാ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ വലിയ കഥയാണ്. പിന്നെ എൻ്റെ പേര് കുമാരൻ, പണ്ടൊരു പത്രമൊക്കെ ഉണ്ടായിരുന്നു, കാഹളം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ചെറുതായിട്ട് പിടിയിട്ടുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ചേട്ടൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ലോഡ്ജിൽ വിട്ടാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം അതിനെന്താ കുഴപ്പമൊന്നുമില്ല വാന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, നീ വരുന്നുണ്ടോ, ബസ് സ്റ്റാൻഡിൽ വിടാമെന്നിങ്ങനെ പ്രകാശനോടും പറയുന്നുണ്ട്. അന്നേരം വേണ്ട, എനിക്ക് മോളിൽ കയറിയാൽ മതി, അവിടെ കൂട്ടുകാരുണ്ടെന്ന് പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞ് ഈ കുമാരനെയും കൂട്ടിക്കൊണ്ടുവരെല്ലാവരും പോവുകയാണ്. ഈ സമയത്ത് വീണ്ടും മഹേന്ദ്രൻ്റെ മോളിൽ പ്രകാശിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം പറയടി എന്ന് പറയുമ്പോൾ, ഡി എന്നോ, ഞാൻ മഹേന്ദ്രൻ്റെ മോളാണ്, മര്യാദയ്ക്ക് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ബസ് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, മധുര വരെ എൻ്റെ സംസാരം നിന്നെ ഇങ്ങനെ പിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞിട്ട് തങ്ങളിൽ കുറേ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാത്രി ശാരദാമ്മയുടെ വീടാണ്. ശാരദാമ്മ അവിടെ എന്തോ ഇങ്ങനെ കൈത്തയിൽ ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരിക അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ, പറയുമെന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ തീരുമാനിക്കണമല്ലോ, വേറെ ആരും ഇടപെടാനായിട്ടുമില്ല, രാജീവേട്ടൻ എന്തായാലും എന്നെ ഉപേക്ഷിച്ച മട്ടാണ്, അതുകൊണ്ടല്ലേ വക്കീൽ നോട്ടീസൊക്കെ അയച്ചത്, അതുകൊണ്ട് എനിക്കൊരു തീരുമാനമുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം നീ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരിക പറയുന്നുണ്ട്, മുന്നോട്ട് എന്തായാലും ജീവിച്ചേ പറ്റൂ, പിന്നെ അവിടെ എന്തായാലും രാജീവേട്ടൻ്റെ വീട്ടിൽ എന്നെ അംഗീകരിക്കത്തുമില്ല, ഇവിടെയും എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, എത്ര കാലം നിങ്ങളിവിടെ കാണുമെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മ ദേഷ്യത്തോടെ ശാരികെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടി എഴുന്നേക്കുകയാണ്. നീ എന്താണ് പറയുന്നത് അറിയാമോ, പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടി വഴിപാട് നേർച്ചയൊക്കെ ആയിട്ട് നടന്ന നീയാണോ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് തന്നെ സാഹചര്യമാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഇതിപ്പോൾ കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു പോയാലേ പ്രശ്നമില്ലല്ലോ, എനിക്ക് എന്തായാലും ജീവിക്കണം, ജീവിക്കേണ്ട വഴിക്ക് ഈ കുഞ്ഞ് അവസാനം ഒരു ബാധ്യതയായിട്ട് മാറും, എനിക്ക് വളർത്താനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അപ്പുറത്തെ ജനലിൻ്റെ ഇവിടെ ഗോപാലകൃഷ്ണൻ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ 3 മക്കളെ ഞാൻ ആരുടെയും സഹായമില്ലാതെയല്ലേ വളർത്തിയത്, അന്ന് പല പല സാഹചര്യങ്ങളിലും കണ്ണിൽ നിന്നും കണ്ണീരല്ല ചൂട് തന്നെയാണ് വന്നത്, എന്നിട്ട് ഞാൻ പടപൊരുതി നിന്നില്ലേ, നിങ്ങൾക്ക് വേണ്ടി വളർത്തിയില്ലേ, അതുകൊണ്ട് പിന്നെ നീ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് മുഴുവനായിട്ട് കേട്ടില്ലെങ്കിൽ ഏറെക്കുറെയൊക്കെ ഞാൻ കേട്ടു, എന്നാലും ഇങ്ങനെയൊന്നും പറയരുത് മോളെ, ഈ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം, നിനക്കും കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല, ഞങ്ങൾ ജീവനുള്ളിടത്തോളം കാലം കുഞ്ഞിനെ പട്ടിണിക്കിടേണ്ടി വരും, നിന്നെയും കുഞ്ഞിനെയും പട്ടിണിക്കിടില്ല, ആ ഒരു ഉറപ്പ് പോരെയും ചോദിക്കുകയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട്, പിന്നെ ശാരിക പറയുകയാണ്, നേരത്തെ അമ്മയോട് ചോദിച്ച ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഇവിടെ എന്തോ കേസും കൂട്ടമൊക്കെ ആയിട്ട് പോലീസുകാർ വരുന്നുണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ നിങ്ങളെ കൈവിലങ്ങ് വെച്ച് പോലീസുകാർ കൊണ്ടുപോയാൽ പിന്നെ ഞാൻ എന്തോന്ന് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. കാര്യങ്ങൾ അപ്പോൾ ഉള്ള ആ ഒരു തീരുമാനത്തിൽ പോയാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, അവസാനം ജീവിതം എനിക്കൊരു ഭാരമായിട്ട് മുന്നിൽ നിൽക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് എൻ്റേതായ നിലപാടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ ശാരദാമ്മയ്ക്കും ഗോപാലകൃഷ്ണനൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ശാരിക ഒരു ഉറച്ച തീരുമാനം എന്നപോലെ പറയുന്നുണ്ട്. അവസാനം ശാരദാമ്മ പറയുന്നുണ്ട്, കണ്ണും മൂക്കും കാണാത്ത ഈ കുഞ്ഞിനെ കുറിച്ചാണ് നീ ഇങ്ങനെ പറയുന്നത്, അതൊന്നും ജനിച്ച് പുറത്തേക്ക് വന്നോട്ടെ, പക്ഷെ നീ ഇതിനൊക്കെ പകരം ദൈവത്തിൻ്റെ കോടതിക്ക് മുന്നിൽ നിനക്ക് പറയേണ്ടി വരും, അവിടെ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല, ഒന്ന് ഓർത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ശാരികയാണെങ്കിൽ ആ ഒരു തീരുമാനം തന്നെ ഉറച്ചു നിൽക്കുകയാണ്, എനിക്കിത് വേണ്ടാന്നുള്ള പറഞ്ഞിട്ട് ശാരിക അങ്ങ് അപ്പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീടാണ്. ഭാമ അവിടെ ഇരുന്ന് പലിശയുടെ കണക്കൊക്കെ നോക്കുന്നുണ്ട്. രാഘവൻ നായർ അവിടെ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുട്ടികൾ അപ്പുറത്തിരുന്ന് പഠിക്കുന്നുണ്ട്. അന്നേരം ഫോണിൽ അതൊക്കെ കാണിച്ചിട്ട് പിള്ളേരോട് ചോദിക്കുന്നുണ്ട്, ഇത് എന്തോ പിള്ളേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇത് ഓരോ റീലാണ് എന്നൊക്കെ പറഞ്ഞ് പിള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, ലോറൻസ് പൈസ തന്നായിരുന്നു ചോദിക്കുമ്പോൾ അതല്ലേ ഇന്നലെ ഞാൻ കൊണ്ടു തന്നാന്ന് പറയുമ്പോൾ അത് ഓക്കെ എന്നും പറഞ്ഞ് എഴുതി വെക്കുന്നുണ്ട്. വഹാബ് പൈസ തന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ ആ
തുണിക്കട വരെ ഒന്ന് പോകണം, പൈസ കിട്ടാനായിട്ട് ഫോൺ തുരുതുരാ വിളിച്ചുകൊണ്ടിരിക്കും, കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കത്തേ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, അമ്മേ തുണിക്കടയിൽ കച്ചവടമൊന്നുമില്ല, ഇപ്പം എല്ലാവരും ഓൺലൈൻ പർച്ചേസ് അല്ലേ, പിന്നെ എങ്ങനെ കച്ചവടം ഉണ്ടാവുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് പൈസ കൊടുത്താൽ അതിൻ്റെ പലിശ കിട്ടണം, അത് അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അമ്മേ കച്ചവടം ഉണ്ടെങ്കിലല്ലേ പൈസ കിട്ടുമെന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ അവരുടെ ആ സൈഡ് പിടിച്ച് സംസാരിക്കുകയാണ്. അന്നേരം രാഘവൻ നായരും പിള്ളയും പൊന്നിയൊക്കെ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഭാമ ചോദിക്കുകയാണ്, നീ എന്നാ അച്ചമ്പട്ടത്തിന് ചേർന്നത്, നീ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് കേട്ട് കുട്ടികൾ അങ്ങോട്ട് ചിരിക്കുന്നുണ്ട്. അതൊന്നും നമുക്കറിയണ്ട, നമുക്ക് കടം വാങ്ങിക്കുന്നവരോട് കൂടുതൽ ദൈവം ദാരുണ്യം ഒന്നും വേണ്ട, നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടണം, അത്രയേ ഉള്ളൂ, നീ ഇന്ന് കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരണം എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പോയി നോക്കാം, കിട്ടുമെങ്കിൽ വാങ്ങിക്കാം എന്ന് പറയുമ്പോഴാണ് ഭാമ ഇങ്ങനെ അച്ചമ്പട്ടത്തിനരികെ പറഞ്ഞ് വഴക്കൊക്കെ പറയുന്നത്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്, രാഘവൻ നായർ നോക്കി നിൽക്കുന്നു. ഇത്രയുമേ സീനിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ഏറെക്കുറെ ഈ പലിശ പരിപാടി ഈ ഗുണ്ടായിസമൊക്കെ നിർത്തി അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. പക്ഷേ രാഘവൻ നായർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഭാമയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ബിസിനസ് മുന്നോട്ട് പോകുന്നില്ലല്ലോ. ഇനി ബാക്കി ശിവൻ റിലീസാവുന്നത് കാണിച്ചിട്ടില്ല, നാളെ കാണിക്കുകയുള്ളായിരിക്കും. നാളെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.